ഹായ് ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ പുള്ളിക്കാനം വരെയുള്ള യാത്രയുടെ വിശേഷങ്ങളും നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള കാഴ്ചകളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാഞ്ഞാർ പുള്ളിക്കാനം റോഡിലെ നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന സ്വിമ്മിംഗ് പൂളൊക്കെയുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടിൻ്റെ വിശേഷങ്ങളും പിന്നെ പുള്ളിക്കാനത്തുള്ള ഞങ്ങൾ പോയി കണ്ട കുറച്ച് നല്ല കാഴ്ചകളൊക്കെയുള്ള ലൊക്കേഷൻസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു റൂംസ് കേട്ടോ, ഇൻ്റർ കണക്റ്റഡ് റൂംസാണ്. 2 ബെഡ്റൂമാണ് നമ്മളെടുത്തത്. അത് കണക്റ്റഡ് ആട്ടോ, നമുക്ക് അകത്തോട്ട് തന്നെ അടുത്ത ബെഡ്റൂമിൽ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. നമ്മൾ ജസ്റ്റ് വന്നൊന്ന് അലങ്കോലമായി. പിന്നെ ഇതാണ് വാഷ്റൂം അത്യാവശ്യം വലിപ്പമുള്ള വാഷ്റൂമാണ്. ഇങ്ങനെയൊക്കെയുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇത് ഇൻ്റർ കണക്റ്റഡ് റൂംസാണ്. അതായത് ഇതേപോലെ ഒരു മുറി അപ്പുറത്തുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ഇതുവഴി നമുക്ക് അപ്പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇത് ലോക്ക് ചെയ്യുകയും ചെയ്യാം. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന രണ്ടാമത്തെ മുറി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ 2 മുറികളും നമ്മൾ ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പം ഈ മുറിക്കകത്ത് എനിക്കൊന്നൊരു മൊത്തം 5 പേർക്ക് നമുക്ക് വേണമെങ്കിൽ ഈ 2 മുറികളും കൂടെ എടുക്കാം. കാരണം ഇതിനകത്തൊരു 2 പേര്, പിന്നെ ഈ ബെഡിൽ 2, പിന്നെ ഇവിടെ ഒരാളും, അങ്ങനെ കൊള്ളാം. അതെ, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന മുറി കേട്ടോ. അതായത് അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കാഴ്ച ഉണ്ട്. ഇപ്പോൾ അതാ ആക്ച്വലി ഓടയിൽ മുങ്ങി. തൊട്ടപ്പുറത്ത് ആക്ച്വലി നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി പുള്ളിക്കാനത്താണ് ഈ ഒരു റിസോർട്ടിൻ്റെ ലൊക്കേഷൻ. തൊട്ട് താഴെ ഒരു ചെറിയ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ സൗണ്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ പൂളുണ്ട് കേട്ടോ ഇവിടെ ഒരു ഡെക്ക് പോലെ ഉണ്ട്. നമുക്ക് ഈ വ്യൂ കാണാൻ വേണ്ടിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വ്യൂ ഇല്ല. ഇപ്പോൾ ഫോഗ് മാത്രമേ ഉള്ളൂ, ഫുൾ മൂടി പോയി. നമ്മൾ വന്ന സമയത്തും ഇല്ലായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഇടയ്ക്കൊന്ന് വെയിൽ വന്നു, പക്ഷേ പിന്നെയും പോയി കേട്ടോ. ഫ്രണ്ട്സ് ഗ്യാങ് എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് സ്റ്റേയിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഇവിടെ അടുത്ത് ചെറിയൊരു ഓഫ് റോഡ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും പുള്ളിക്കാനത്തെ വിവിധ തരം ലൊക്കേഷൻസ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പോൾ കൂടെ പോരും. നമ്മളപ്പോൾ ഇത് താഴെയുള്ളത് റൈഡേഴ്സ് കഫേയുടെ നേരെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു വ്യൂ പോയിന്റിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഓഫ് റോഡിങ് താല്പര്യമുള്ളവർക്ക് ബൈക്കൊക്കെ കൊണ്ട് കയറ്റാം. എനിക്കത്രയും കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. നടന്ന് കയറുകയാണ്. കാരണം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ബൈക്കിൻ്റെ കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുക്കണം, ഓഫ് റോഡിങ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ബൈക്കും കൊണ്ട് കയറാം കേട്ടോ. അതിൽ ഒരാൾ ഇത്തിരി എക്സ്പീരിയൻസ്ഡ് ആണ്, അതാണ് പുള്ളി ഞാൻ കയറി പോകുന്നത്. ടീം എല്ലാവരും ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ ട്രിപ്പിലുണ്ടായിരുന്ന നെവിന്, അതുപോലെ സുമിത്ത്, നമ്മുടെ സാമണ്ണൻ. സുമിത്ത് ഇവിടെ ഒരു സർക്കസ് കാണിച്ചിട്ടുണ്ട്. ഇതുണ്ടോ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്നുണ്ടോ? ഇതാണ് നമ്മുടെ പുള്ളിക്കാനത്തെ നമ്മുടെ ആദ്യത്തെ ഹോൾട്ട്, ആദ്യത്തെ വ്യൂ പോയിൻ്റ്. അങ്ങ് പോകല്ലേ, കിടിലം വ്യൂ പോയിൻ്റ് അല്ലേ. ബൈക്ക് വയ്ക്കുന്നുണ്ടോ? ഞാനും ഒക്കെ ഇത് ഇവിടെ കയറ്റാൻ നോക്കി, പക്ഷേ ഇവന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇവൻ കയറ്റിയത്. നോക്കൂ, കണ്ടോ? അതായത് കഴിഞ്ഞ പ്രാവശ്യം പുള്ളി ഇവിടെ വന്നപ്പം വേറൊരാൾ അറ്റത്ത് കൊണ്ട് ബൈക്ക് വെച്ചിരുന്നു എന്നുള്ള കഥയായി പറയുന്നത്. ഇവിടെ മിക്ക സ്ഥലത്തും ആൾക്കാർ മുകളിലൊക്കെ വണ്ടി കയറ്റുന്നുണ്ട്. അവിടെ 2 കാറ് കിടപ്പുണ്ട്. അവിടെ 2 കാറും ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. പുള്ളിക്കാനത്തെ ഒരു ഗുണം ഇതാണ്, മിക്ക സ്ഥലത്തും നമുക്ക് ഓഫ് റോഡിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ബൈക്കും കാറും ഒക്കെ കയറ്റി പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. അവിടെ ഒരു വെള്ളച്ചാട്ടം. ആ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്, പക്ഷേ ഒന്നും കണ്ടുകൂടാ, ഫുൾ കോട. ഇതാണ് പുള്ളിക്കാനത്തിൻ്റെ മാജിക്, ഞാനെപ്പോഴും പറയാറില്ലേ. കണ്ടോ? അപ്പോൾ നമ്മൾ പതുക്കെ ഇവിടെ ഫസ്റ്റ് ഓഫ് റോഡ് പോയിന്റിൽ കയറിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ കോൺഫിഡൻസ് അല്ലാത്തവർ കയറ്റാൻ ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ നമ്മുടെ കൂടെ ഉള്ള ഒരാൾ ഒരു 1-2 പ്രാവശ്യം ഇവിടെ കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ധൈര്യത്തിൽ നമ്മൾ വന്നത്. പിന്നെ നേരെ ഓപ്പോസിറ്റ് കണ്ടോ, അവിടെയും കുറേ പേര് കയറിയിട്ടുണ്ട്. അവിടെ അതിൻ്റെ മുകളിലും ബൈക്കുകളും കാറുകളും ഒക്കെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം, അടുത്ത സ്പോട്ടിലേക്ക് പോകാമേ. മഴക്കാറ് വന്നു തുടങ്ങി. അടുത്ത സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ പുള്ളിക്കാനത്തുള്ള വളവാണ് കേട്ടോ, അല്ലെങ്കിൽ ചുംബനവളം എന്നൊരു പേരുമുണ്ട് ഇതിന്. അപ്പോൾ നേരെ പോയ വാഗമൺ, പിന്നെ പുള്ളിക്കാനം അങ്ങോട്ട് ഇനിയുണ്ട് കേട്ടോ. പുള്ളിക്കാനം അങ്ങോട്ട് ടൗണുണ്ട്. ഇതൊരു നല്ലൊരു സ്പോട്ട് കേട്ടോ, എല്ലാവരും വണ്ടി നിർത്തുന്നൊരു സ്പോട്ടാണ്. അവിടെയൊക്കെ കോടമഞ്ഞ് അപ്പുറത്തിപ്പുറത്തൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ നിൽക്കുന്ന ഭാഗത്തില്ല, ഭാഗ്യത്തിന് നല്ല ക്ലിയർ സ്കൈ ആണ്, മഴയുമില്ല, അടിപൊളിയല്ലേ. ഇതാണ് പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ട് കേട്ടോ. കിടിലം ലൊക്കേഷനാണ് അത്. ഫുൾ നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്ന നല്ല രസമല്ലേ. ഇതാണ് നമ്മുടെ അടുത്ത സ്പോട്ട് കേട്ടോ, അടിപൊളി.
ഇതാണ് നമ്മുടെ സ്റ്റേയിൽ നിന്നുള്ള പ്രഭാത കാഴ്ചകൾ കേട്ടോ. കിടിലം വ്യൂ അല്ലേ. ഇന്നലെ നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല, ഫുൾ ടൈം ഫോഗായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഫോഗ് ഉണ്ടെങ്കിലും നല്ല വാലി വ്യൂ ഒക്കെ കാണാം. അവിടെ നിന്ന് ഫോഗ് വരുന്നുണ്ട്. രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പം എന്തായാലും വാഗമണിലെ ക്ലൈമറ്റ് കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു റൂംസ് കേട്ടോ. വണ്ടിയൊക്കെ അവിടെ. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിലൊക്കെ നല്ല വ്യൂ ആണ്. അതായത് ഇപ്പം കോടമഞ്ഞാണ്, എന്നാലും ദേ അവിടെയാണ് സ്വിമ്മിംഗ് പൂള്. അങ്ങോട്ട് പോയി നോക്കാം. ഇന്നലെ നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾ പിന്നെ സ്വിമ്മിംഗ് പൂളൊന്നും ഇറങ്ങില്ല. ഇതാണ് അവിടുത്തെ സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വാട്ടർഫോൾസിൻ്റെ സൗണ്ട് കേൾക്കാം. കണ്ടോ? എനിക്കൊന്ന് മഴ വന്നതുകൊണ്ട് ആക്റ്റീവായതായിരിക്കും ഇതൊക്കെ. അതൊരരികിൽ അങ്ങോട്ട് പോകുന്നുണ്ട് താഴോട്ട്. ഇത് കുറേ ഏലത്തോട്ടവും കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഫ്രൂട്ട്സൊക്കെ ഉള്ള. രാവിലെ തന്നെ ഒരു ചെറിയ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. നല്ല ഫോഗ, നല്ല രസമുണ്ട് കേട്ടോ ഈ ഫോഗിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ. ഇടയ്ക്ക് ചെറിയൊരു ഡ്രിസ്ലിങ്ങും ഉണ്ട്. ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് രാവിലെ തന്നെ വരുന്നുണ്ട്. സമയം ഒരു 8 മണിയായി. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഈ റിസോർട്ടിലൊരു കഫേയും കൂടെ ഉണ്ട്. അപ്പം അത് രാവിലെ തന്നെ തുറക്കും. ഒരു ഫോഗി അറ്റ്മോസ്ഫിയറിലൊരു കട്ടൻ കാപ്പി ഒക്കെ കുടിച്ച് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സമയം ഒരു 8 മണിയായി. റൂമിലേക്ക് പോയിട്ട് കാര്യമില്ല, ബാക്കി 2 പേര് ഉറക്കും. അപ്പുറത്തേക്കാണ് സ്റ്റേ ചെയ്യുന്ന റൂംസൊക്കെ ഉള്ളത്. റിസോർട്ട് ഇതാണേ. റിസോർട്ടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ വലിയൊരു മല, അതിൻ്റെ മുകളിൽ കോടയൊക്കെ ഉണ്ട്. കോടയൊക്കെ ക്ലിയർ ആയതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയത്. ഇവിടെ ഒരുപാട് പേര് നിർത്തുന്ന വെച്ചാൽ ഇവിടെ രാവിലെ ചായയും കാപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു കഫേ ഉണ്ട്, അതുകൊണ്ട് ഞായറാഴ്ചയാണ്, തിരക്ക് കൂടിയിട്ടുണ്ട് പുള്ളിക്കാനത്ത്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ബെൽഫാംസ് റിസോർട്ട്സ് പുള്ളിക്കാനം. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ജസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളൊരു സംസാരിക്കുന്നത് ഈ ഒരു ഡെക്കിൽ നിന്നിട്ടാണ് കേട്ടോ. ഫുള്ള് ചുറ്റും വ്യൂ ഉണ്ടെങ്കിൽ നമുക്കൊന്നും കണ്ടുകൂടാ, കാരണം നല്ല ഫോഗിയാണ്. കാരണം മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. ഇപ്പം മഴയില്ല, അതുകൊണ്ട് നല്ല കാലാവസ്ഥയാണ് ഇപ്പം വാഗമണിൽ. ഇന്നലെ വാഗമൺ ടൗണിൽ പോയിരുന്നു, അന്യായ തിരക്കാണ്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാനത്തൊന്നും അധികം തിരക്കില്ല. ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റേ ചെയ്തിട്ട് പോകാൻ പറ്റും. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ പോസിറ്റീവ്. അതായത് ഫസ്റ്റ് ലൊക്കേഷൻ, പിന്നെ ഇതൊരു എന്താ പറയുക, ഭയങ്കര ലക്ഷറിയസ് റിസോർട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡ്. ഇന്നലെ ഡിന്നർ ഇവിടെ നിന്ന് കഴിച്ച കേട്ടോ. നല്ല കിടിലം ഫുഡായിരുന്നു. ബീഫൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കൊള്ളാം. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. ഞങ്ങൾക്ക് ആ റൂം ഒരു ഇൻ്റർ കണക്റ്റഡ് നമുക്ക് അങ്ങനെ എടുക്കാം. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നതുകൊണ്ട് ഈ 2 റൂംസും നമുക്ക് ഇൻ്റർ കണക്റ്റഡ് റൂമായിട്ട് അവർ തന്നു. അതായത് അകത്തൂടെ നമുക്ക് മറ്റേ റൂമിൽ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിന് 6500 രൂപയാണ് കേട്ടോ, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. 5 പേർക്ക് വരെ ഈ റൂമിൽ, ഈ 2 റൂംസിലായിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, അവരങ്ങനെ തരും. അപ്പോൾ എന്തായാലും ആ ഒരു 5 പേർക്ക് വരെ 6500 രൂപയാണ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഇവരുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക, കാരണം സീസൺ അനുസരിച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ മറ്റൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇതിന് ചുറ്റും വ്യൂ പോയിൻറ്റ്സ് ആണ്. പുള്ളിക്കാരൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല എന്താ പറയുക, ചെറിയ ഞങ്ങൾ ഇന്നലെ ഒരു 2-3 സ്ഥലത്ത് പോയായിരുന്നു. അതുപോലെ ബൈക്കൊക്കെ കയറ്റിക്കൊണ്ട് പോയായിരുന്നു കേട്ടോ. നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തായിരുന്നു കുറേ. അപ്പോൾ അങ്ങനത്തെ കുറേ സ്പോട്ടുകൾ ഈ പുള്ളിക്കാനത്ത് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങ് വാഗമൺ ടൗൺ വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നിന്ന് ഈ കാഞ്ഞാർ പുള്ളിക്കാനം റോഡൊക്കെ കുറച്ചങ്ങ് പുള്ളിക്കാനം എസ്റ്റേറ്റ് വരെ പോയാൽ തന്നെ നമുക്ക് നല്ല അടിപൊളി സ്പോട്ടുകൾ, ലൊക്കേഷനുണ്ട്. നമുക്ക് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ അതും ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും ഈ ഒരു റേറ്റിന്, അതായത് 6500 അല്ലാണ്ട് കുറഞ്ഞ റേറ്റ്സിനൊക്കെ റൂമുണ്ട് കേട്ടോ, 4000-നൊക്കെ. അപ്പോൾ ഇവിടെ താല്പര്യമുള്ളവർ വിളിച്ച് ചോദിക്കുക. കാരണം അങ്ങനെ ഈ ഒരു റേറ്റിന് ഇവിടെ എനിക്കൊന്നും ഇതിനടുത്ത് വേറെ അങ്ങനെ റിസോർട്ടുകളൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഈ ഒരു പുള്ളിക്കാനം ലൊക്കേഷനിൽ ഒരുപാട് അങ്ങനെ റിസോർട്ടുകളൊന്നുമില്ല. ഉള്ളതിൽ അത്യാവശ്യം നല്ലൊരു റിസോർട്ടാണിത്. എന്തായാലും കൊള്ളാം, നല്ലൊരു ലൊക്കേഷനിലുമാണ് ഈ ഒരു റിസോർട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതും ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. വേറെ അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാഗമണ്ണൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം ഒരുപാട് ദൂരമൊന്നുമില്ല. എനിക്കൊന്ന് 13 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡ് തന്നെ പോയാൽ നമുക്ക് വാഗമൺ എത്തും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ പുള്ളിക്കാനം യാത്രയും അതുപോലെ തന്നെ ബെൽഫാംസ് ആൻഡ് റിസോർട്ട്സിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. താല്പര്യമുള്ളവർ വിളിച്ചു ചോദിക്കാം. അപ്പോൾ ഇതുപോലുള്ള ധാരാളം യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഇനിയും വരും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.